ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹമുള്ള വിശ്വാസ പരിശീലകരെ, നമ്മൾ പരിശീലിപ്പിക്കുന്ന കുട്ടികൾക്ക് പ്രാർത്ഥനാ പരിശീലനം നൽകാനായി അടുത്ത ഒരു എപ്പിസോഡ് ദൈവവചനത്തെ ആസ്പദമാക്കിയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ആരംഭിക്കാം. സർവശക്തനും സർവാധിപനും അത്യുന്നതനുമായ ദൈവമേ, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ദൈവവചനം ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിലുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 103-ാമത്തെ ഖണ്ഡിക ഇപ്രകാരം പറയുന്നു: ദൈവവചനത്തെയും ഈശോയുടെ തിരുശരീരത്തെയും തിരുസഭ ഒരുപോലെ വിലമതിക്കുന്നു. ഈശോയുടെ തിരുശരീരത്തെ എപ്രകാരമാണോ നാം കാണുന്നത്, അതേ പ്രാധാന്യത്തോടെ ദൈവവചനത്തെയും സഭ വിലമതിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈശോയെ സ്വീകരിക്കുന്ന നമ്മൾ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്നത് പോലെ തന്നെ ഓരോ ദിവസവും ദൈവവചനം സ്വീകരിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ പരിപോഷണത്തിന് ഏറെ പ്രയോജനകരമാണ്. നാം ദിവ്യകാരുണ്യത്തിലൂടെ ഈശോയെ നാവിൽ സ്വീകരിച്ച് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈവവചനം കേൾക്കുന്നതിലൂടെയും വായിക്കുന്നതിലൂടെയും നമ്മുടെ ബുദ്ധിയിലൂടെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ ഇടയാക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ദൈവവചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ പുതിയ നിയമം മാത്രമോ അല്ലെങ്കിൽ സമ്പൂർണ്ണ ബൈബിളോ സ്വന്തമായി ഉണ്ടാകുന്നത് നാം പ്രോത്സാഹിപ്പിക്കണം. സ്വന്തമായ ഒരു പുസ്തകത്തിൽ നമ്മെ സ്പർശിക്കുന്ന വചനങ്ങൾ, ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനങ്ങളെല്ലാം പ്രത്യേകം അടിവരയിട്ട് മാർക്ക് ചെയ്യുന്നതിനും ആവശ്യമെങ്കിൽ അത് തുറന്നു നോക്കി വീണ്ടും വീണ്ടും വായിക്കുന്നതിനും നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ വചനപ്പെട്ടിയിലൂടെയോ അല്ലെങ്കിൽ ഒരു വചനം സന്ദേശമായി സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ ആ വചനം ധ്യാനിക്കുന്നതിന് അല്പസമയം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ്. തിരക്കിന് നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ വചനപ്പെട്ടിയിൽ നിന്നൊരു വചനം എടുത്ത് പോക്കറ്റിൽ സൂക്ഷിക്കുന്നു. അതിനേക്കാൾ കുറേക്കൂടെ ഫലപ്രദമാവുക ആ വചനത്തെ ധ്യാനിച്ച് 10 മിനിറ്റ് സമയമെങ്കിലും ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്നതാണ്. കഴിയുമെങ്കിൽ കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് നിരവധി തവണ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ഈ വചനത്തെ ധ്യാനിക്കാനും, അങ്ങനെ വരുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്ന സ്വരം കൃത്യമായി കേൾക്കാനും വിവേചിച്ചറിയാനും കുഞ്ഞുങ്ങൾക്ക് സാധിക്കും. വചനം എഴുതുന്നത് ഇതുപോലെ തന്നെ വളരെ നല്ല ഒരു പതിവാണ്. ഓരോ ദിവസവും അല്പം മാത്രം തിരുവചനം എഴുതുന്നതും, അതല്ലെങ്കിൽ യൂണിറ്റ് അടിസ്ഥാനത്തിലോ ഇടവക അടിസ്ഥാനത്തിലോ സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതുന്നത്, വ്യക്തിപരമായി ബൈബിൾ പകർത്തി എഴുതുന്നത്, ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ട പ്രവർത്തനങ്ങളാണ്. ദൈവവചനത്തെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും ഇതുവഴി നമുക്ക് സാധിക്കും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളോട് നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ നിറയുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏതാണോ നമ്മുടെ ഹൃദയത്തിൽ അധികമായുള്ളത് അതാണ് നമ്മുടെ ഹൃദയത്തെ നിറച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകളെ നിയന്ത്രിക്കുക. അതുകൊണ്ട് തന്നെ ദൈവവചനത്താൽ ഹൃദയത്തെ നിറയ്ക്കുവാനായി നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ദൈവവചനം അവരുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവവചനത്തിനനുസരണമായി പ്രവർത്തിക്കാനായി അവർക്ക് കഴിയും. അതിനവരെ പ്രാപ്തരാക്കുക എന്നതാണ് വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന രീതി പരിശീലിപ്പിക്കുന്നതിലൂടെ നാം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചില വചനങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ചില വചനങ്ങൾ ആവർത്തിച്ച് ഉരുവിടുന്നതും നല്ല ഒരു പതിവാണ്. ആ വചനത്തിൻ്റെ സന്ദേശം, സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇത് ഇടയാക്കും. വചനം നമ്മളെ
വിമലീകരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായി ഇന്ന് ദൈവവചനത്തിന് സാധിക്കും എന്ന കാര്യം അവരുടെ മനസ്സിൽ ഒരു ബോധ്യമായി നൽകാൻ നമുക്ക് കഴിയണം. പുതിയ നിയമം കൂടുതലായി വായിക്കാനും ധ്യാനിക്കാനും കുഞ്ഞുങ്ങളെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ്. അതേസമയം പുതിയ നിയമത്തിൻ്റെ വായനകളുടെ സാരാംശം ഗ്രഹിക്കുന്നതിന് പഴയ നിയമ വായന അനിവാര്യമാണ് എന്ന കാര്യം കൂടെ അവരെ ഓർമ്മിപ്പിക്കണം. പഴയ നിയമവും പുതിയ നിയമവും ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യർക്ക് നൽകിയ വചനങ്ങളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. ഇപ്രകാരം മേൽപ്പറഞ്ഞ പ്രാർത്ഥനാ രീതികളിലൂടെ ദൈവവചനത്തോട് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ആ വചനം അവരുടെ ഹൃദയത്തിൽ സ്ഥിരമായി സ്വാധീനം ചെലുത്താനും അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ അവരെ സഹായിക്കുകയും ചെയ്യും. വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്തതിലൂടെ ഹൃദയത്തിൽ സ്വീകരിച്ച വചനം ജീവിതത്തിൽ അനുവർത്തിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സ്വീകരിച്ച വചനം ജീവിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറാൻ നമുക്ക് കഴിയുക. അതിലൂടെയാണ് നാം ക്രിസ്ത്യാനികളെന്ന പേര് അന്വർത്ഥമാക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യുക. ദൈവവചനം ഉപയോഗിച്ച് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം, വിവിധ രീതികളിൽ എങ്ങനെ ദൈവവചനത്തെ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓരോ ദിവസവും വചനം വായിക്കുന്ന പതിവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളതാണ്. വേറൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ രീതി, നമുക്കൊരു സന്ദേശം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനായി നാം ആഗ്രഹിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ വചനപ്പെട്ടിയിൽ നിന്നോ അതല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് അതിൽ നിന്ന് ഒരു വചനം സന്ദേശമായി സ്വീകരിക്കുന്ന ഒരു രീതി പൊതുവെ ആളുകൾ ചെയ്യാറുള്ളതാണ്. വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസമാണ് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അടിസ്ഥാനം. വചനം പറയുന്നത് പോലെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും പ്രാർത്ഥിക്കുന്നതിനായി. വചനം വായിക്കാൻ നമ്മൾ ആരംഭിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ച് ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് പ്രാർത്ഥിക്കാനായി കുഞ്ഞുങ്ങളെ നമുക്ക് പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ദൈവവചനത്തെ സ്നേഹിക്കുകയാണ് വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനായി ആദ്യം ചെയ്യേണ്ടത്. ഓരോരുത്തരും അവരവർക്ക് സ്വന്തമായി ഒരു ബൈബിൾ കരുതുന്നത് നല്ലതാണ്. നമുക്കറിയാം, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ തങ്ങൾ അറിഞ്ഞ വചനത്തെ, സ്വീകരിച്ച വചനത്തെ ജീവിതത്തിൽ അനുവർത്തിക്കാനും അതിലൂടെ വചനം ജീവിക്കാനും ജീവിച്ച വചനത്തെ സാക്ഷ്യപ്പെടുത്താനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയും. ദൈവവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായി സ്വന്തമായി ഒരു ബൈബിൾ ഉണ്ടാകുന്നതും ഓരോ ദിവസവും വചനത്തെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനാപൂർവം വായിക്കുന്നതും വായിച്ച വചനത്തെ ധ്യാനിക്കുന്നതും ആ വചനങ്ങൾ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുന്നതും കുട്ടികളെ പരിശീലിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ അവരുടെ ഹൃദയം വചനം കൊണ്ട് നിറയുകയും ആ വചനത്തിൽ അവർ വിമലീകരിക്കപ്പെടുകയും വചനം ജീവിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരായി മാറുകയും ചെയ്യും. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞുങ്ങളെ നമ്മൾ ഈ പ്രാർത്ഥനാ രീതി പരിശീലിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശീലകരായ നാം ഈ ഒരു പ്രാർത്ഥനാ രീതി പാലിക്കുന്നവരാവുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനും തിരുത്താനും കുറെ കൂടെ എളുപ്പമാകും. അങ്ങനെ യേശു കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അനുദിനം തിരുവചനം വായിക്കാനും ധ്യാനിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അങ്ങയുടെ വചനം എൻ്റെ ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിശുദ്ധീകരിക്കുകയും എന്നെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലെ പോവുക എന്നരുൾ ചെയ്യുന്ന നാഥ, വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ എന്നെ ശക്തനാക്കണമേ.
നിന്റെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ജീവിതത്തിൽ അനുവർത്തിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും എന്നെ പ്രാപ്തനാക്കണമേ. ആമേൻ.